നമ്മുടെ പരിശുദ്ധ സഭയിൽ ഇപ്പോൾ നമ്മളൊരു ഒരു മാറ്റത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് ബാവ തിരുമേനി വഴിക്കപ്പെട്ട് സഭയൊരു പുതിയ വഴിത്താരയിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു സമയമാണ്. ശ്രേഷ്ഠ ബാവയോടൊപ്പം അഭിമന്യ തിരുമേനിയും തോളോട് ചേർന്ന് നിന്ന് മുമ്പോട്ട് പോകുന്ന ഒരു സമയമാണ്. നമ്മുടെ സഭാമക്കൾ എന്ന് മാത്രമല്ല പൊതുസമൂഹം മൊത്തത്തിൽ ആശങ്കപ്പെടുന്നതും അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒരു സമയമാണിപ്പോൾ. കാരണം സഭയിൽ ഒരുപാട് പ്രതിസന്ധിയുണ്ട്, എങ്ങനെയെങ്കിലും പരിഹരിക്കണം, രമ്യതയുണ്ടാകണം, സമാധാനം ഉണ്ടാകണം എന്നൊക്കെ. തിരുമേനി ഈ കാര്യങ്ങളിൽ വലിയ രീതിയിൽ ഇടപെടുകയും തിരുമേനിയുടെ ഒരു പ്രതീക്ഷ എന്താണ്, കാഴ്ചപ്പാട് എന്താണ്? ഇപ്പോഴത്തെ സഭയുടെ സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുണ്യശ്ലോകനായ ബസേലിയോസ് പൗലോസ് രണ്ടാമൻ ബാവായുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന കാലഘട്ടമാണ്. അദ്ദേഹം തോമസ് പ്രഥമൻ ബാവായുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ക്ലൈമാക്സ് നമ്മൾ കണ്ടതാണ്. അതായത് സമരങ്ങളും നമ്മുടെ മർദ്ദനങ്ങളുടെയും എല്ലാം ഒരു കാലഘട്ടം. അവിടെയൊക്കെ അവരൊക്കെ നൽകിയൊരു നേതൃത്വം നമുക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന നമ്മുടെ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയാണ്. ബാവായുടെ ഒരു പ്രത്യേകത, ബാവായുടെ പ്രാർത്ഥനാ വീരനായിരുന്നു. മുട്ടിന്മേൽ നിന്നൊരു കാര്യം അത് ഏലിയാവിനെ പോലെ അത് നേടും, ആ ഒരു ഡിറ്റർമിനേഷൻ. രണ്ടാമത് ജനകീയനാണ്, ജനത്തോടൊപ്പം മഴ നനഞ്ഞു വെയിൽ കൊണ്ടും ആ ജനത്തിൻ്റെ പൾസ് ഹൃദയങ്ങളിൽ ജീവിച്ചതാണ്. അപ്പോൾ ബാവായുടെ വേർപാടോടുകൂടെ നമുക്ക് വന്നിരിക്കുന്ന ഒരു വലിയൊരു വാക്കുണ്ടാകും, ഒരു അനിശ്ചിതത്വം ഉണ്ടാകും. സഭയാണെങ്കിൽ വലിയ പ്രതിസന്ധിയിൽ നമ്മളുടെ സുപ്രീം കോടതി വിധി 2005 ശേഷം നിൽക്കുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു വലിയ ക്രൈസിസിൽ നമ്മൾ നിൽക്കുന്ന ഇതിനകത്താണ് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനം നമ്മളോടുള്ള കരുതലും ഇതുകൊണ്ട് പരിശുദ്ധ പാത്രിക്കീസ് ബാവ നമ്മുടെ സമിതികളുടെ എല്ലാം റിക്വസ്റ്റ് അംഗീകരിച്ച്, അപ്പോൾ അതിന് നമ്മുടെ ബസേലിയോസ് ജോസഫ് ബാവായെ കാതോലിക്കയായി വാഴിച്ചു. ആ വാഴ്ചയുടെ ഒരു പ്രത്യേകതയുണ്ട്. ആ വാഴ്ച എന്ന് പറയുന്നത് ലോകത്താകമാനമുള്ള ക്രൈസ്തവ സഭകളുടെ മുഴുവനും സാന്നിധ്യം, കേന്ദ്ര ഗവൺമെൻറ്, സാധാരണ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും പ്രതിനിധികളുടെ സാന്നിധ്യം, അത് ലെബനോണിൽ വെച്ച് നടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ലോക ക്രൈസ്തവ സഭകളുടെ മുഴുവനും ഒരു അനുഗ്രഹത്തോടു കൂടെയുള്ള ഒരു ഇത്, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമ്മുടെ നാടിൻ്റെ മുഴുവനും ആ വാഴ്ചയിൽ സംഭവിച്ചൊരു പ്രധാനപ്പെട്ടത്, നാട്ടിൽ ബാവയുടെ സ്വീകരണം നടന്നപ്പോഴാണെങ്കിലും 10,000 വരുന്ന ജനസമൂഹത്തിൻ്റെ, അതായത് ഈ സഭയുടെ സഭാമക്കളുടെ ആശയും ആവേശവും പ്രതീക്ഷയുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ശ്രേഷ്ഠ ബാവായെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ നിയോഗം എളുപ്പമുള്ളതാണ്. വലിയ തീച്ചൂളയുടെ കാരണം ഒരു അൺസർട്ടനിറ്റിയിലാണ്. ഇപ്പോൾ 58 പള്ളികൾ 60 പള്ളികൾ നഷ്ടപ്പെട്ടു. ഒരു വശത്ത് ഇത് നിലനിർത്തിക്കൊണ്ട് പോവുക നമ്മുടെ സഭയുടെ, മറുവശത്ത് ഈ ഒരു വലിയ പ്രതിസന്ധി അടുത്ത തലമുറയ്ക്ക് നമുക്ക് ഈ സഭാ വഴക്ക് കൈമാറി കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റെന്ത് കാര്യങ്ങൾ നമ്മൾ കോംപ്രമൈസ്, നമ്മുടെ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനവുമായിട്ട്, കാരണം നമ്മുടെ പിതാക്കന്മാരുടെ കബറിടങ്ങളും ആ വിശ്വാസത്തിന് വേണ്ടി മരിച്ചവരെ അവരെ മറന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിപ്പോൾ എന്ത് ത്യാഗം സഹിച്ചാൽ അവരൊക്കെ ത്യാഗം സഹിച്ചല്ലേ നേടുത്താം നമുക്ക്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് മെറ്റീരിയലായിട്ട് നഷ്ടപ്പെട്ടാൽ നമുക്ക് ഉണ്ടാക്കാൻ വീണ്ടും, പക്ഷെ നമ്മുടെ വിശ്വാസവും നമ്മുടെ ജനത്തെയും നമുക്ക് നഷ്ടമായി കഴിഞ്ഞാൽ അത് പിന്നീട് നമുക്ക് കിട്ടില്ല. നമ്മുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറഞ്ഞാൽ ഈ പൗരോഹിത്യ സ്ഥാനികളെക്കാൾ ഒരു പടിയുടെ വിശ്വാസത്തിൽ വേരൂന്നി നിൽക്കുന്ന വിശ്വാസി സമൂഹമാണ് ആ ജനമുള്ളിടത്തോളം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ബാവായുടെ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ കാലം ചെയ്ത ബാവായുടെ ആ ഒരു വേവ് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ പുതിയ ബാവ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി സൗമ്യതയോടെ സമാധാനത്തോടെ ഇതിൻ്റെ പ്രശ്നപരിഹാരം ഉണ്ടാകണം, എന്നാൽ ഡിറ്റർമിനേഷൻ, അതായത് ഈ കാര്യങ്ങളിലൊരു കോംപ്രമൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ വിശ്വാസ കാര്യങ്ങളിൽ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനം, ഞാനതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, നമ്മളിപ്പോൾ ഇതിനകത്തുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് എങ്ങനെ ഒരു വശം നമ്മുടെ പള്ളികൾ സംരക്ഷിക്കണം. ദൈവത്തിൻ്റെ അളവറ്റ കൃപ കൊണ്ട് ഇന്നിപ്പോൾ പൊതുസമൂഹവും ഗവൺമെൻറ്റുകളും എല്ലാം ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. ഇത് നീതി നിഷേധിക്കപ്പെട്ട ഒരു സമൂഹമാണ് നമ്മളെന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ ഒരു വലിയ ഇത്
ഓർത്തഡോക്സ് വിഭാഗത്തിൽ തന്നെ ഭൂരിഭാഗം ആളുകളും ഒരു 90% സാധാരണ ആളുകൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇതിനകത്തുള്ളൊരു ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത്, ഞാൻ അതുകൊണ്ടാണ് അർത്ഥശങ്കയില്ലാതെ ലയനം, രണ്ടും കൂടെ ഒരു സഭയായി ലയിക്കുക, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അത് അതിൻ്റെ കുഴപ്പം വേറെ ഒന്നുകൊണ്ടുമല്ല, അത് ശാശ്വതമല്ല. പണ്ട് നമുക്കൊരു അനുഭവമുണ്ട്, 50 വർഷമായി 2 സഭകളായിട്ട് എല്ലാ സംവിധാനങ്ങളും. അപ്പം അതുകൊണ്ട് 2 സഹോദരി സഭകളായി പരസ്പരം സഹകരിച്ച് ഈ ശത്രുതയിൽ വഴക്കുകളും കേസെല്ലാം അവസാനിപ്പിച്ച് നമുക്കതേ ഈ പ്രശ്നമുള്ള പള്ളികളിൽ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കി ആരാധനകളും എല്ലാം കോദാശികമായി നമ്മൾ സഹകരിച്ചു പോകുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ച് ഇത് ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് വരാൻ, അതിന് ശ്രേഷ്ഠ ബാവാതിരുമേനി അദ്ദേഹത്തിൻ്റെ ഒത്തിരി ബന്ധങ്ങളും അദ്ദേഹത്തിൻ്റെ ആ ഇടപെടലുകളും, അദ്ദേഹം പരസ്യമായിട്ട് പുത്തൻകുരിശിൽ പറഞ്ഞല്ലോ, ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം, നമുക്ക് സമാധാനപരമായി പ്രശ്നങ്ങൾ തീർക്കണം. അപ്പോൾ അവിടെ അതിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയൊരു നിയോഗം, അവിടെ ഞങ്ങൾ മെത്രാപ്പൊലീത്തമാരും നമ്മളുടെ സഭ മുഴുവനും ഈ ഒരു കാഴ്ചപ്പാടിൽ, പിന്നെ ഈ ഐക്യമെന്ന് പറയുന്നത് ഐക്യരൂപ്യമായ ഒരു ഏലമല്ല, അത് നമുക്ക് വ്യത്യസ്ത തലങ്ങളിൽ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭയുമായിട്ടും ഒക്കെ ദൂരം നമ്മൾ എത്രയോ അടുത്ത് ആ ഒരു ഇതിൽ പോകണം. ഇത് ഓറിയന്റൽ സഭകളുമായിട്ട് നമ്മുടെ ബന്ധം. അപ്പം അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മളുടെ വിശ്വാസത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പരിശുദ്ധ സിംഹാസനവുമായിട്ടുള്ള ഇതിൻ്റെ അകത്ത് അതിനകത്ത് കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കാതെ, എന്നാൽ ബാക്കി കാര്യങ്ങളിൽ ചർച്ചകളിലൂടെ പരിഹാരമുണ്ടാക്കി, അതെനിക്ക് തോന്നുന്നത് അത് സാധ്യമാക്കുവാൻ, പിന്നെ ഇത് ദൈവത്തിൻ്റെ നിയോഗമാണ്. ആ ദൈവത്തോട് പ്രാർത്ഥിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ. അതിനെക്കൊണ്ട് പിന്നെ ഒരു കാര്യത്തോട് ചലഞ്ച് എന്ന് പറയുന്നത്, സഭയ്ക്ക് ഞാൻ എപ്പോഴും പറയും, ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി, ഡിസിപ്ലിൻ, സ്പിരിച്വാലിറ്റി, ഈ 4 കാര്യങ്ങൾ സഭയ്ക്ക് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് ഒരു സമൂഹമായിട്ട് ഇത് പോകുന്നു, അതുപോലെ ഒരു വിശ്വാസി സമൂഹമാകുമ്പോൾ അങ്ങനെ ഒരു നല്ല കെട്ടുറപ്പ്, നമ്മളിപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പല പരിമിതികളുണ്ട്. അപ്പം നല്ല ഇൻറ്റേണലായിട്ട് അതിനകത്ത് നല്ലൊരു കെട്ടുറപ്പോടുകൂടെ നമ്മളുടെ ഒരച്ചടക്കത്തിലും എല്ലാം മുന്നോട്ട് പോകാൻ ഇൻറ്റേണലായിട്ട് ആങ്ങളിലും മറ്റ് സഭകളുമായിട്ടുള്ള എക്യുമെനിക്കൽ ബന്ധങ്ങൾ ദൃഢമാക്കിക്കൊണ്ട് തന്നെ ഓർത്തഡോക്സ് സഭയുമായിട്ടുള്ളതായ വിഷയങ്ങൾ സമാധാനപരമായി രമ്യമായി പരിഹരിച്ച്, നീതിപൂർവമായി പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ, അതിന് നമ്മൾ ശ്രേഷ്ഠ ബാവാതിരുമേനിയുടെ ആ യാത്രയിൽ അദ്ദേഹത്തിന് നല്ലൊരു ദർശനം അതിനകത്തുണ്ടെന്നുള്ളത് നമ്മൾ ഈ കഴിഞ്ഞ നാളിൽ കണ്ടു. അദ്ദേഹത്തിൻ്റെ കരങ്ങൾക്ക് ശക്തി കൊടുത്തുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാൻ, അതിന് ഇപ്പോൾ ഈ സഭയിലൊരു കാതോലിക്ക സ്ഥാനം വരെ ഇപ്പോൾ വേണ്ട എന്ന് ചിന്തിക്കുന്ന കാരണം വേറെ ഒന്നുകൊണ്ടുമല്ല, പല കാരണമുണ്ട്. പക്ഷേ നമ്മുടെ കാതോലിക്കേറ്റ് എന്ന് പറയുന്നത് പന്ത്യോക്യ പാത്രിയർക്കീസ് സ്ഥാപിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. മലങ്കരയിലാണെങ്കിൽ പോലും അതിന് ഒരു തുടർച്ച അവിടെ വേണം. രണ്ടാമത്തെ കാര്യം സെൻറ്റർ ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത് കാതോലിക്കയാണ് ഇതിൽ ചേർത്ത് നിർത്തുന്നത്. അപ്പോൾ പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സഭയുടെ 2 സ്ഥാനങ്ങൾ ഉള്ളത് അത് നടത്തിക്കൊണ്ട് പോവുക. അപ്പം അതിന് ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ബാവായുടെ കൂടെ ഞങ്ങൾ സുനോറോസ് എല്ലാവരും ഉണ്ട്, സഭയുണ്ട്. അപ്പോൾ നമുക്കത് പ്രാർത്ഥനാപൂർവ്വം ദൈവം അതോടെ നമ്മളെ നടത്തി, ഇത്രയും പ്രതിസന്ധികളിലൂടെ നടത്തിയില്ലേ. പീഡനങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് നമുക്ക് കരുത്ത് നൽകാനല്ലാതെ നമ്മൾ തകർക്കാൻ സാധിക്കില്ല, കാരണം ദൈവം നമ്മുടെ കൂടെയുണ്ട്. തിരുമേനിയും ഈ നമ്മുടെ ഈ സഭാ പ്രശ്നങ്ങൾ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നതാണ്. ഈ പ്രശ്നങ്ങൾ പൊതുസമൂഹം വളരെ ശ്രദ്ധയോടെ കാണുന്നവരാണ്. പലരും നിരാശരുമാണ്. എന്നോട് ഒരു ഹൈന്ദവ സഹോദരനാണ് ഒരിക്കൽ നമ്മുടെ ഈ വേദഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് അദ്ദേഹം, നീ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ അതിനു മുമ്പ് നിന്റെ സഹോദരനോട് രമ്യമായിട്ട് നീ ബലിയർപ്പിക്കണമെന്ന്. അപ്പൊ ഇവിടെ ഈ സഭാ പിതാക്കന്മാരെല്ലാം, അഭിമന്യ തിരുമേനി ഉൾപ്പെടെ, ഈ രമ്യതയെക്കുറിച്ചാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. ഓർത്തഡോക്സ് വിഭാഗത്തിനും ഈ 2 പേരും ഫോളോ ചെയ്യുന്നത് ഓരോ ലിറ്റർജിയാണ്. ഇതേ വേദഭാഗത്തെ പിന്തുടർന്നിട്ടാണ് നമ്മൾ പോകുന്നത്. ആ രമ്യതയെക്കുറിച്ചല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. സഹോദരനോട് രമ്യമാകാണ്ട് നമ്മൾ ബലിയർപ്പിക്കുന്നത് കൊണ്ടോ ദേവാലയം പിടിച്ചെടുക്കുന്നത് കൊണ്ടോ ഒന്നും പ്രയോജനമില്ലല്ലോ. അവിടെ അതൊരു ക്രിസ്തീയ മൂല്യം തകർന്നു പോവല്ലേ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റാണ്. നമ്മുടെ സാക്ഷ്യം നഷ്ടപ്പെട്ടു പോവാണ്. പക്ഷെ ഇതിനകത്തുള്ള കാര്യം എന്ന് പറയുന്നത്,
നമ്മളുടെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാനിപ്പോൾ ന്യായീകരിക്കാൻ പറയുകയല്ല. ഈ ഓർത്തഡോക്സ് ഓർത്തഡോക്സ് സഭയുടെ ദേവാലയങ്ങളുണ്ട്. എവിടെയെങ്കിലും ഒരു കുരിശും തൊട്ടിയെങ്കിലും നമ്മൾ കയറാനായിട്ട് പിടിച്ചെടുക്കാൻ പോയിട്ടുണ്ടോ? ഇല്ല. ഇപ്പോൾ നമ്മളുടേതായ 2ഉം 3ഉം പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയ ദേവാലയങ്ങളാണ്. 3ാമത്തെ പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയ ദേവാലയങ്ങൾ പോലും നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഏതൊരു വിശ്വാസമയെ സംബന്ധിച്ചിടത്തോളം ഈ അവരുടെ വിശ്വാസത്തിൽ ഉറച്ചതുകൊണ്ട് ആരാധിക്കുക എന്നുള്ളതൊരു പ്രൈമറി. അപ്പൊ ഇവിടെ നമ്മൾ ഒരൊന്നും പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ പോയിട്ടില്ല, മറിച്ച് നമ്മളെപ്പോഴും വിക്ടിമൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരിതാണ്. ഇപ്പൊ ഈ ബലിപീഠത്തിലേക്ക് പോകുമ്പോൾ ബലി അർപ്പിക്കുന്നതിന് മുൻപായിട്ട് യഥാർത്ഥത്തിൽ നമ്മൾ അവിടെ അവിടെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും നമ്മൾ കലാപങ്ങൾക്ക് പോയി അവിടെ ഇത് ചെയ്യുന്നതിന് പകരം പിറവത്തും നെച്ചൂരും ഒക്കെ റോഡരികില് ഒരു മേശയിട്ട് നമ്മൾ വിശുദ്ധ ബലി അർപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ അവിടെ ഒരു അക്രമത്തിന്റെ മാർഗത്തിലേക്ക് നമ്മൾ പോവല്ല ചെയ്തത്. അവിടെ ഈ നിരപ്പിന് വേണ്ടിയിട്ടുള്ള നിരപ്പിന്റെ ബലി അർപ്പിക്കാനായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ഇവിടെയെല്ലാം നമ്മൾ അതിനകത്ത് ഇരകളാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ ബലിയിൽ പോലും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഈ നിരപ്പിന്റെ അനുഭവത്തിലേക്ക്, രമ്യതയിലേക്ക് എത്തിച്ചേരാനുള്ളതായൊരു ഇതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുക എന്നുള്ളത് നമ്മുടെ പ്രാർത്ഥന. രണ്ടാമത് നമ്മളുടേതായ ഭാഗം കൊണ്ട് നമ്മൾ ചെന്ന് അങ്ങോട്ട് ഇതിന് വേണ്ടിയിട്ട് ചെല്ലുന്നതല്ല, മറിച്ച് നമ്മുടെ കാതോലിക്ക ശ്രേഷ്ഠ കാലം ചെയ്ത ബാവ പറയുമായിരുന്നു, ഞാനത് ഉപയോഗിച്ച ഭാഷ, ഒരുത്തം വന്നിച്ച് വീട് കയറാൻ വന്നു, അത് വിട്ടുകൊടുത്തു, അത് കഴിഞ്ഞുള്ള സാധനങ്ങളെല്ലാം വന്നു, അവസാനം സ്വന്തം ഭാര്യയെ വരെ കൊടുക്കാൻ. അപ്പൊ അവിടെയാണ് നമ്മൾ എതിർത്തതെന്നുള്ളൊരു പ്രയോഗം എന്ന് പറഞ്ഞ പോലെ ഇത് വന്ന് ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ നമ്മളൊരു റെസിസ്റ്റൻസ് അതിനകത്ത്. കാരണം അതല്ലെങ്കിൽ ഈ വിശ്വാസി സമൂഹം മുഴുവനും അനുഭവിക്കുന്നത് ഈ പാവപ്പെട്ട ജനങ്ങളാണ്. അപ്പൊ നമുക്ക് അവിടെ അതുകൊണ്ട് പാസീവായിട്ടിരിക്കാനായിട്ട് നമുക്ക് അക്രമത്തിന്റെ മാർഗത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മുടെ ഈ രമ്യതയിലേക്ക് വരാനുള്ള, അതുകൊണ്ടാണ് നമ്മൾ ആ അക്രമ മാർഗങ്ങളിലേക്ക് പോകാതെ, അതല്ലെങ്കിൽ ഒരു വലിയ വയലൻസിലേക്കും ഒരിക്കലും ഇതില്ലാത്ത ഒരു ഇതിലേക്ക് പോകും. ഈ രമ്യതയുടെ ഒരു വഴിയിലൂടെയാണ് നമ്മൾ എപ്പോഴും നമ്മൾ നമുക്ക് ഈ വിഷയം സമാധാനപരമായി അവസാനിപ്പിക്കാൻ ബാബായുടെ അവസാന ഡിക്ലറേഷൻ വരെ ആ രമ്യതയിലേക്കുള്ളൊരു പാതയിലൂടെ നമ്മൾ പ്രയാണം ചെയ്യാം. മറുവിഭാഗവും ആ ഒരു കാഴ്ചപ്പാടോടെ മുമ്പോട്ട് വരുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യം സൂചിപ്പിച്ചതുപോലെ തിരുമേനിയുടെ പഠനകാലത്തെല്ലാം ഈ എക്യുമെനിസം മറ്റ് സഭകളുമൊക്കെ ആയിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ, വളരെ ആഴത്തിലേറിയ ബന്ധത്തെക്കുറിച്ചൊക്കെ തിരുമേനി പരാമർശിച്ചു. നമ്മുടെ പരിശുദ്ധ സഭ മറ്റ് സഭകളൊക്കെ ആയിട്ട് വളരെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്ക് കുറച്ചുകൂടി അത് ദൃഢമാക്കി മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് എന്ന് വിശ്വസിക്കുന്നു. തിരുമേനി എങ്ങനെയാണ് നമ്മൾ ആ ഒരു കാഴ്ചപ്പാട്? ഈ എക്യുമെനിസം എന്ന് പറയുന്നത് അത് ഒരു പ്രത്യേക ഒരു സഭയുടെ ഏതെങ്കിലും ഒരു ഇവന്റോ അല്ലെങ്കിൽ ഇതോ അല്ല, മറിച്ച് അത് സഭയുടെ ആത്മാവ് തന്നെയാണ്. കാരണം അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണ്. പിതാവേ, നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നാകരുത്, അതിലൂടെ ലോകം വിശ്വസിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ഓയ്ക്കോസ്, ലോകം മുഴുവനും ഒരു ദൈവഭവനമായിട്ട് കണ്ട് അതിൻ്റെ മുഴുവനും ഒരു ഐക്യവും അതിൻ്റെ ആ ഒരു യോജിപ്പുമാണ്, അതിനകത്ത് ഹാർമണിയാണ്. അപ്പോൾ സഭകളുടെ ഇന്ന് ലോകത്ത് ആയിരക്കണക്കിന് സഭകളുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് ക്രാക്കോവിലാണ്. പരിശുദ്ധനായ ജോൺ പോൾ II മാർപ്പാപ്പായുടെ നാടാണ്. അപ്പോ ഇവിടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ലോകത്ത് വിവിധമായ സഭകളെന്ന് പറയുന്നത് അതിന് നെഗറ്റീവായിട്ട് കാണണ്ട, മറിച്ച് ദൈവത്തിൻ്റെ കൃപകൾ അനവരതമായി അത് ഒരു സഭയിൽ മാത്രം ഒതുക്കി നിർത്താൻ സാധിക്കില്ലാത്തതുകൊണ്ട് അത് പകർന്നു കൊടുത്തിരിക്കുന്ന വ്യത്യസ്തങ്ങളായ മുഖാന്തരങ്ങളാണ്, അല്ലെങ്കിൽ പാത്രങ്ങളാണെന്ന്. അങ്ങനത്തെ പോസിറ്റീവ് ഇതിൽ നമ്മൾ കാണുമ്പോൾ ക്രിസ്തീയ സഭകളുടെ ഐക്യം എന്ന് പറയുന്നത് ഇന്ന് അതിൻ്റെ ഏറ്റവും വലിയ റിച്ച്നെസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ് ട്രഡീഷൻസ്, ഡിഫറൻറ്റ് ലിറ്റർജീസ്, നമ്മുടെ വ്യത്യസ്തങ്ങളായ ലിറ്റർജികളും അതിൻ്റെ പാരമ്പര്യങ്ങളും അതെല്ലാം റിച്ച്നെസ് ആണ്. അതല്ലെങ്കിൽ ഇത് മൊണോട്ടണസ് ആണ്. അപ്പോൾ ഗ്രീക്ക് ട്രഡീഷൻ ഉണ്ട്, ലാറ്റിൻ ട്രഡീഷൻ ഉണ്ട്, സിറിയക് ട്രഡീഷൻ ഉണ്ട്, ബൈസാൻറ്റിൻ ട്രഡീഷൻ, ഇങ്ങനെ പല ട്രഡീഷൻസും ഉണ്ട്.
അപ്പോൾ പിന്നെ ഇത് മോഡേൺ ചർച്ചസ് ഉണ്ട്, അപ്പോൾ പല ആരാധന രീതികളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പൂന്തോട്ടം പോലെ നമ്മൾ കണ്ടാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു ഹാർമണി നടക്കണം. ഇതിൻ്റെ ഏറ്റവും വലിയ ആവശ്യകത എന്ന് പറയുന്നത് അവരവരുടെ വിശ്വാസത്തിലും അവരവരുടെ ട്രഡീഷനിലും വിശ്വസ്തമായിട്ട് നിന്നുകൊണ്ട് അപരൻ്റെ ഇതിനെ ആദരിക്കാനുള്ളൊരു മനസ്ഥിതി വന്ന് നമുക്ക് സഹകരിക്കാവുന്ന, കൂട്ടായ സാക്ഷ്യം നൽകാവുന്ന മേഖലകൾ. കാരണം ലോകം ഇന്ന് വലിയ ചലഞ്ചസിലൂടെ, പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ലോകത്തിൻ്റെ ഐക്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മാനവരാശി ഛിന്ന ഭിന്നമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ക്രിസ്തീയ സഭകൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ തന്നെ ഒരു വലിയ സന്ദേശമാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് എക്യുമെനിസം എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി അവർ വേ ഓഫ് ലൈഫ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എൻ്റെ ഈ പൗരോഹിത്യ ജീവിതം തന്നെ ഒരു എക്യുമെനിക്കൽ ജേർണിയാണ്. ഞാൻ ചെമ്മാശനായിട്ട് അതിൻ്റെ യഥാർത്ഥ തുടക്കം എൻ്റെ പഠനം ആദ്യം നമ്മുടെ സിറിയൻ ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിൽ എൻ്റെ ഫോർമേഷൻ പഠിപ്പിച്ചു. സെമിനാരി, നമ്മുടെ സെമിനാരി ഓർത്തഡോക്സ് തിയോളജി. ബാംഗ്ലൂർ യുണൈറ്റഡ് തിയോളജിക്കൽ ഹയർ സ്റ്റഡിക്ക് പോയി. അതൊരു മോർ പ്രൊട്ടസ്റ്റന്റ് ആൻഡ് എക്യുമെനിക്കൽ. അത് കഴിഞ്ഞ് എൻ്റെ ഡോക്ടറേറ്റ് കാത്തലിക് ഫാക്കൽറ്റിയിലാണ് ജർമ്മനിയിൽ ചെയ്തത്. അപ്പോൾ ഈ 3 ഏരിയകളിലും ഒരു എക്സ്പോഷർ ദൈവം എനിക്ക് തന്നു. അപ്പോൾ തിയോളജിക്കൽ ഫോർമേഷന്, പിന്നെ എക്യുമെനിക്കൽ ഇതിനകത്ത് അന്ന് മുതലുള്ളതായ ഒരു ജേർണി എന്ന് പറയുന്നത് അതെന്നെ ഒരു ഒത്തിരി നമ്മൾ പരസ്പരം മല്ലടിച്ച് വിഘടിച്ച് നിൽക്കേണ്ടവരല്ല. കൗദാശികമായ ഐക്യം കത്തോലിക്ക സഭയുമായിട്ട് നമ്മൾ 1971 തുടങ്ങി, 84 എഗ്രിമെൻ്റ് ഉണ്ടാക്കി തുടങ്ങി. അങ്ങനെ നമ്മൾ വളരെ ഐക്യത്തിലേക്ക് ഒത്തിരി കാര്യങ്ങൾ കൗദാശികമായ ഇതിലേക്ക് വരെ നമ്മൾ അടുപ്പത്ത് വന്നിട്ടുണ്ട്. മറ്റു സഭകളുമായിട്ട് നമ്മൾ ഡയലോഗ്, മാർത്തോമ സഭയായിട്ട് ഡയലോഗ് ആരംഭിച്ചു. അതുപോലെ നമ്മുടെ സുറിയാനി സഭ വേൾഡ് എക്യുമെനിസത്തിൽ അങ്ങനെ നിന്ന്. പിന്നെ എക്യുമെനിക്കൽ ബോഡികളിൽ തമ്പുരാൻ്റെ കൃപ കൊണ്ട് ഞാൻ WCC വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൽ അനേക വർഷങ്ങളായി ഫെയ്ത്ത് ആൻഡ് ഓർഡർ കമ്മീഷനിലെ അംഗമാണ്. പിന്നെ കത്തോലിക്ക യാക്കോബായസ് സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ഡയലോഗ് കമ്മീഷന്റെ ചെയർമാനാണ്. പിന്നെ നമ്മുടെ വത്തിക്കാനുള്ള ഓറിയന്റൽ സഭകളും കത്തോലിക്ക സഭയും തമ്മിലുള്ള ഡയലോഗ് കമ്മീഷനിലെ അംഗമാണ്. പിന്നെ നമ്മളുടെ പ്രോ ഓറിയന്റ് സിറിയക് ഡയലോഗ് ഇതിൻ്റെ അകത്ത് അംഗമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ക്രിസ്ത്യൻ കോൺഫറൻസ് ഓഫ് ഏഷ്യയുടെ അതിനകത്തും വർഷങ്ങളായിട്ട് ഓരോ ഇത് ചുമതലകൾ ദൈവകൃപ കൊണ്ടുണ്ട്. അതിൻ്റെ പ്രോഗ്രാം കമ്മിറ്റി ചെയർപേഴ്സണാണ്. നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ പോളിസി മേക്കിംഗ് ഇതിൻ്റെ ചെയർപേഴ്സണാണ്. അങ്ങനെ എക്യുമെനിക്കൽ ബോഡികളിൽ നമുക്ക് ദൈവത്തിൻ്റെ അറിവുണ്ട്. എനിക്ക് ഒരു ബന്ധങ്ങൾ, അതോടൊപ്പം തന്നെ വ്യത്യസ്തങ്ങളായ എക്യുമെനിക്കൽ മൂവ്മെൻറ്റുകൾ, ഇപ്പോൾ ഫൊക്കലാർ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു വലിയ, അത് ഞാൻ അതിൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ടായിട്ട് അതിൻ്റെ ഇൻ്റർനാഷണൽ കോർഡിനേഷൻ ഗ്രൂപ്പിൽ അതിൻ്റെ സെൻട്രൽ കമ്മിറ്റിയിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ എക്യുമെനിസത്തിലൂടെ നമ്മൾ വേൾഡ് എക്യുമെനിസം, അതുപോലെ നാഷണൽ തലത്തിൽ, റീജിയണൽ തലത്തിൽ നമ്മൾ എപ്പോഴും കാരണം 2 തലത്തിൽ നിന്നാണ്. ഒന്ന് വിശ്വാസപരമായ കാര്യത്തിലുള്ള ഐക്യത്തിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ സഭകളുടെ, 2 നമുക്ക് യോജിച്ച് മനുഷ്യ നന്മയ്ക്കും സാമൂഹ്യ നീതിക്കും വേണ്ടിയിട്ടുള്ള സഹകരിച്ച് പ്രവർത്തിക്കാവുന്ന അങ്ങനെയുള്ള. അപ്പോൾ ഇങ്ങനെ പല മേഖലകളിൽ നമുക്ക് എക്യുമെനിസത്തിൻ്റെ ഇത്, അതിനകത്ത് പ്രത്യേകിച്ച് ഇപ്പോൾ വെസ്റ്റേൺ വേൾഡിലുള്ള ചലഞ്ച് സെക്കുലറിസം. ഇവിടെ നമ്മൾ സഭകളുടെ ഒരു ആത്മീയ ചൈതന്യത്തിൽ സഭകളുടെ ആ ഒരു തലത്തിലേക്ക് നമ്മൾ വന്നില്ലെങ്കിൽ, മിഡിൽ ഈസ്റ്റിലെ പേഴ്സിക്യൂഷൻ, അവിടെ സഭകൾ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ അവിടെ സർവൈവ് ചെയ്യാൻ പോലും സാധിക്കുകയില്ല. അപ്പം ഇങ്ങനെ ലോകത്തിന് വ്യത്യസ്ത ഭാഗങ്ങളിൽ അവിടെയൊക്കെ ക്രിസ്തീയ സഭകൾ അതിനു വേണ്ടിയിട്ടല്ല, ഭൂമിയുടെ ഉപ്പായി ലോകത്തിൻ്റെ പ്രകാശമായി കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെ ആ സമൂഹത്തിന് നന്മ വരുത്തിക്കൊണ്ട് രുചി കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള നിയോഗം നമുക്ക് സഭകൾക്കെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ എക്യുമെനിക്കൽ വിഷൻ എന്ന് പറയുന്നത് സഭകളുടെ ഐക്യം, ആ ഐക്യത്തിലൂടെയുള്ള മാനവരാശിയുടെയും ഈ ഒയ്ക്കോസ്, ഇതിൻ്റെ ഒരു വെൽബീയിങ്, അതുതന്നെയാണ് നമ്മുടെ കർത്താവ് തൻ്റെ ക്രൂശുമരണത്തിലൂടെ നേടിത്തന്നതും ആഗ്രഹിച്ചതും അത് തന്നെയാണ്. അപ്പോൾ അതിലേക്ക് വളരാനുള്ള, അതിന് നമ്മുടെ സഭ ഒത്തിരി വളരെ ആക്റ്റീവായിട്ടല്ല ഇതിലുണ്ട്. അത് തുടർന്നും കുറച്ചുകൂടെ സജീവമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു വലിയ നിയോഗമാണ് നമ്മൾ കാണുന്നത്. അതൊരു വലിയൊരു കാഴ്ചപ്പാടും അത് ഒരുമിച്ചുള്ളൊരു പ്രവർത്തനവും ദൈവിക ഇടപെടലും അതിൽ നടക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇനി ഇന്ന് സഭ ഒരുപക്ഷെ എല്ലാ സഭകളും നേരിടുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല. നമ്മളുടെ കുഞ്ഞുങ്ങളെല്ലാവരും
വിദേശ പഠനത്തിന് നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും കാനഡയിലേക്കും അങ്ങനെ ലോകരാജ്യങ്ങളിലേക്ക് പോകുന്നു. അത് പല കാരണങ്ങൾ കൊണ്ടാകാം. ഏതെങ്കിലും ഒരു സമയത്ത് അത് നമ്മളുടെ നാട്ടിലെ ഇടവകകളെ, പരിശുദ്ധ സഭയിലെ അംഗങ്ങളുടെ കുറവിനെ നാട്ടിൽ ബാധിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാകുമോ? അച്ഛാ, ഈ മൈഗ്രേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ലോകത്തിന്റെ ആരംഭം മുതലുണ്ട്. ഒരു സ്ഥലത്തേക്ക് നമുക്ക് അബ്രഹാമിന്റെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ കർത്താവ് തന്നെ ഈജിപ്തിലേക്ക് മൈഗ്രന്റ് ആയിട്ട് പോയ സാഹചര്യം ജനത്തിന്. പക്ഷേ ഈ ഫോഴ്സ്ഡ് മൈഗ്രേഷൻ ഉണ്ട്, യുദ്ധവും അവരവർ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ. നമ്മുടെ നാട്ടിലുള്ളത് ഡയറക്റ്റ് ഫോഴ്സ്ഡ് മൈഗ്രേഷൻ അല്ല. നമ്മുടെ നാട് പോലെ ഇത്രയും, ഞാൻ ലോകത്തെ അച്ഛനും അറിയാമല്ലോ, ഞാൻ ലോകത്ത് ഒത്തിരി സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഇത്രയും നമുക്ക് ജീവിക്കാൻ നല്ലൊരു നാട് ഒരർത്ഥത്തിലില്ല. നമുക്ക് ഇത്രയും സ്വാതന്ത്ര്യവും അത് ചില സമയത്ത് ഒത്തിരി എക്സ്ട്രീമായി പോകും. നമ്മൾക്ക് നമ്മളുടേതായ ഒരു ഐഡന്റിറ്റിയും എല്ലാം, ഈ പ്ലൂറലിസവും എല്ലാം ഒത്തിണങ്ങിയ നല്ലൊരു നാടാണ്. പക്ഷെ പലപ്പോഴും ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് ലോകത്തിന്റെ വളർന്നു വരുന്ന ഒരു സാഹചര്യം ഒരു ഗ്ലോബൽ വില്ലേജ് ആയിക്കൊണ്ട് മാറിയിരിക്കുകയാണ് ലോകം. പിന്നെ അവിടെ നമ്മുടെ യങ് ജനറേഷൻ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഞാൻ കാണുന്നത്. ഒന്നാമത്തേത്, അവരവിടെ നേരിടുന്നതായ ഒരു തൊഴിലിന്റെ പ്രശ്നമുണ്ട്. കാരണം ഇന്നിപ്പോ കേരളം പ്രത്യേകിച്ച് എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് ആണ്. അപ്പൊ അവിടെ നമുക്ക് അവർക്ക് ഒരു നല്ല ഓപ്പർച്യൂണിറ്റി സൃഷ്ടിക്കാനായിട്ട് നമുക്ക് സാധിച്ചില്ലെങ്കിൽ, തൊഴിലില്ലായ്മയാണോ അതോ ഇല്ല എന്നുള്ള തോന്നലാണ്? അല്ല, തോന്നൽ മാത്രമല്ല, അവര് പഠിക്കുന്ന മേഖലകളിൽ അവർക്ക് ആവശ്യത്തിനുള്ളതായത് കിട്ടുന്നില്ല എന്നുള്ളൊരു ഒരിതുണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക് അവിടെ ഒരു വിഷനോടുകൂടെ, ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് ഒക്കെ അതിന് ഒത്തിരി ശ്രമിക്കുന്നുണ്ട്, വിഷനോടുകൂടെ അത് ഇതാക്കിയെടുത്തു കഴിഞ്ഞാൽ, അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മളുടെ പണ്ടെന്ന് പറഞ്ഞാൽ ഗൾഫ് നാടുകളിലേക്കായിരുന്നു ആളുകൾ, കാരണം സാമ്പത്തികമായ കാര്യങ്ങൾ. അതൊരു ഇതുണ്ട്, ഇത്ര വർഷം കഴിഞ്ഞാൽ തിരിച്ച് വരും, അവിടെ ചില പൈസ ഉണ്ടാക്കി മക്കളെ പഠിപ്പിച്ചു, അല്ലെങ്കിൽ ഇതായി. പക്ഷെ ഇപ്പോഴത്തെ മൈഗ്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ യങ്സ്റ്റേഴ്സിന്റെ, അത് അമേരിക്ക, ഓസ്ട്രേലിയ, കാനഡ, യൂറോപ്പ് തുടങ്ങിയുള്ളതായ ഇവിടേക്ക് പോകുന്നവര് ഒരിക്കലും തിരിച്ചു വരാൻ ഇഷ്ടം കാണിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ സഭകളെ സംബന്ധിച്ച്, ഞാൻ അതിലേക്ക് മാത്രം ഒതുങ്ങുകയാണ്, സഭകളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടമട വന്നിട്ടുണ്ട്. എന്താണെന്നറിയാം, പണ്ട് പള്ളികളിൽ ഒരു 30-40% കുട്ടികളും യുവാക്കളും ഒക്കെ ആയിരുന്നു. ഇന്നൊരു 10-15% ആയിട്ട് അതങ്ങ് മാറിക്കഴിഞ്ഞു. മാത്രമല്ല, കേരളം തന്നെ ഒരു ജെറിയാട്രിക് സെന്ററായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മളുടെ ഈ ചെറുപ്പക്കാര്, കാരണം നമ്മുടെ കൾച്ചറുമായിട്ട് അതിൻ്റെ ഒരു ഇടുക്കി ചേർന്നതാണ്. ഇവരുടെ മൈഗ്രേഷനുകൊണ്ട് നമ്മുടെ ഇടവകൾ, സഭകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, യുവതലമുറ പോയി കഴിഞ്ഞാല് അവിടെ പ്രായമായവര് മാത്രമായിട്ട് അവശേഷിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, സഭകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ, നാട്ടിലെ ഇടവകൾക്ക് വലിയൊരു ക്രൈസിസ് അത് ഉണ്ടാക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പിന്നെ അതിൻ്റെ ഒരു ബെനഫിറ്റ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല്, നമ്മളുടെ ഇതിപ്പോ നമുക്ക് ആർക്കും തടയാൻ പറ്റുന്നതല്ല. ഇപ്പോ നമ്മുടെ റിവേഴ്സ് മൈഗ്രേഷൻ അത് ചിലപ്പോൾ ഇപ്പോ അത് കുറച്ചു കാലം കഴിയുമ്പോൾ അത് ചിലപ്പോൾ സംഭവിച്ചത് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോ ഇതൊരു പോസിറ്റീവായിട്ടും ഡെവലപ്പ് ചെയ്യാം. അതിൻ്റെ അകത്തൊരു പ്രശ്നം, കേരളം ഉണ്ടാകും, ആളുകൾ ഉണ്ടാവും, പക്ഷെ നമ്മുടെ സംസ്കാരത്തിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത, അത് ലോകം മുഴുവനും മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതായത് ഇപ്പോ നമ്മൾ എവിടെ ചെന്നാലും ഈ വ്യത്യസ്ത സമൂഹങ്ങൾ, വ്യത്യസ്ത കൾച്ചറുകളും ഒക്കെ വന്ന്, യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ വന്നാലേ ഒരു മൾട്ടി കൾച്ചറിൽ കുറച്ചുകൂടെ അതൊരു മൊണോലിത്തിക് ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് മാറ്റം വരുമായിരിക്കാം. പിന്നെ കേരളത്തിന്റെ തനിമ ഇതിലുള്ളതായ ഒരു സംഗതിയെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ കുറച്ച് മാറ്റങ്ങൾ ചിലപ്പോൾ വന്നേക്കാം. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സഭകൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട് അവിടെ. ഇപ്പൊ കേരളത്തിൽ പൊതുവേ നമ്മുടെ യങ്സ്റ്റേഴ്സ് മുഴുവൻ അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓർത്തഡോക്സ് വിഭാഗമാണെങ്കിൽ ഒത്തിരി പള്ളികൾ ഇപ്പൊ പിടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പൊ ഓർത്തഡോക്സ് മാത്രമല്ല, അവിടെ സംഭവിക്കാൻ പോണത് എന്താ, ഈ പള്ളികളിൽ നിൽക്കാൻ ആളില്ലാത്തൊരു അവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് എന്തിനാണ് നമ്മൾ ഈ സ്വത്തുക്കളും പള്ളികളും പിടിച്ചെടുക്കുന്നത്? കാരണം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട നമ്മുടെ മക്കളെ, യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ യുവതലമുറ ഇവിടെ ഇല്ലാണ്ട്, ഇവിടെ മാത്രമല്ല ഈ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം പലർക്കും നമ്മൾ ഇതൊരു കൗണ്ടർ വിറ്റ്നസ് കൂടിയാണ്.
ജെനുവിനാണ് ഇപ്പോഴത്തെ പിള്ളേര്. അവർ പള്ളിയിൽ വരുമ്പോൾ ഈ വടിയും വഴക്കും ഇതൊക്കെ കാണുമ്പോൾ ഇവരെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പള്ളിയിൽ നിന്ന് അകറ്റ് പോലും ചെയ്യുകയാണ് ഇതിനകത്ത്. മനസ്സിലാവില്ലേ? അപ്പം അതുകൊണ്ട് അവിടെയൊക്കെയാണ് ഈ കലഹങ്ങളും തർക്കങ്ങളും അവസാനിപ്പിച്ച് ഇത് ഒരു രമ്യതയുടെ പാദത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഓർത്തഡോക്സ് വിഭാഗത്തോടും ഒക്കെ നമ്മൾ എല്ലാവരോടും ആഹ്വാനം ചെയ്യുന്നതിന് കാരണം എല്ലാ സഭകളും കൂടി ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടെയാണത്. അതല്ലെങ്കിൽ നമ്മൾ അവസാനം വന്നു കഴിയുമ്പോൾ ഈ കെട്ടിടങ്ങൾ മാത്രം ഉണ്ടാവും, മനുഷ്യനുണ്ടാവില്ല. അത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.